ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലിജോ പോൾ, മോട്ടിവേഷൻ എഴുത്തുകാരനാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചിട്ടാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ പരസ്പരം ആശയവിനിമയം ചെയ്യാനുള്ള പ്രധാന കാരണം സ്നേഹം നിലനിൽക്കുന്നത് കൊണ്ടാണ്. സ്നേഹം നിലനിൽക്കുന്നില്ല എങ്കിൽ അവിടെ ആശയവിനിമയം താരതമ്യേന കുറവായിരിക്കും. നമ്മൾ പലരോടും ആശയവിനിമയം ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത് നമ്മൾ ആ വ്യക്തിയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടാണ്. പലരും അവരുടെ ജീവിതത്തിലെ ആശയവിനിമയത്തിൽ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാറില്ല. നമ്മൾ പുതിയ ഒരാളെ പരിചയപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ അവർ നൽകുന്നില്ല എങ്കിൽ അതിൽ ഒരു പക്ഷേ പല കാരണങ്ങളും അവർക്കുണ്ടായേക്കാം. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അവരെ വ്യക്തമായി അറിയിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മൾ എന്തിനാണ് അവരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്തിനാണ് അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നത് എന്ന് അവർക്കും കൂടി അറിയാനുള്ള അവകാശം സ്വാഭാവികമാണല്ലോ. നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് അയാളെ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തിയെ നമ്മൾക്ക് റിപ്ലൈ തരും. അല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറയും. പലപ്പോഴും ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ല എന്ന് പറയുന്ന വ്യക്തികൾ ഒരുപാട് ഉണ്ട് നമ്മുടെ ചുറ്റിലും. ഒരു പക്ഷേ ഒത്തിരി നാളുകൾ നമ്മളുടെ ശ്രമങ്ങൾക്ക് ഫലമായിട്ടായിരിക്കും അവരൊരു പക്ഷേ ഇഷ്ടമാണെന്ന് പറയുക. പല സംഭവങ്ങളിലും അങ്ങനെയാണ്. ആദ്യമൊക്കെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു ദിവസമായിരിക്കും അവർ പറയുക ഇഷ്ടമാണെന്നും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കാൻ പലർക്കും സാധിക്കണമെന്നില്ല. ചിലരൊക്കെ എത്രയോ വട്ടം ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടും പിന്നാലെ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയവരുണ്ട്. അവർക്ക് ഒരു വട്ടം അവരിൽ നിന്നും തിരിച്ച് ലഭിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതിൻ്റെ ശ്രമം കൊണ്ട് അവർക്ക് അങ്ങനെ അവരുടെ ഇഷ്ടം ഏറ്റുവാങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ടാവാം. ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിനുള്ള പങ്ക് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. നമ്മൾ ഒരു പക്ഷേ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് മറ്റുള്ളവർക്കും സ്നേഹം പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾക്ക് ലഭിക്കാത്ത സ്നേഹം പോലും മറ്റുള്ളവർക്ക് കിട്ടണമെന്ന് നമ്മളിൽ പലരും ആഗ്രഹിക്കും. നമ്മൾ ഒരു പക്ഷേ സ്നേഹം ലഭിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ഒരു പക്ഷേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് പൂർണ്ണമായ രീതിയിൽ സാധിക്കണം എന്നില്ല. ചിലപ്പോൾ സാധിച്ചേക്കാം. നമ്മുടെ സ്നേഹം അത് സത്യമാവണം. ഒരിക്കലും മറ്റുള്ളവരെ പറ്റിക്കാനോ വഞ്ചിക്കാനോ വേണ്ടിയാകരുത് നമ്മുടെ സ്നേഹപ്രകടനത്തിന് അർത്ഥം കണ്ടെത്താനായിട്ട് കഴിയണം. ഒരുപക്ഷേ ലോകത്തിലെ എത്രയോ മനുഷ്യർ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് സ്നേഹത്തിൽ നിന്നുള്ള ഒഴിവാക്കലുകൾ അനുഭവിക്കുമ്പോഴാണ്. സ്നേഹം നമ്മളെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കുന്നതോടൊപ്പം സ്നേഹം ഇല്ലായ്മ നമ്മളെ ഒരുപാട് താഴ്ചകളിലേക്ക് കൊണ്ടെത്തിച്ചേക്കും. ഒരുപക്ഷെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും അധികം ആഗ്രഹിക്കുക സ്നേഹിക്കപ്പെടാനാണ്. ഈ ലോകത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നതും സ്നേഹിക്കപ്പെടാനാണ്. നമ്മളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ഒരാൾ ഉണ്ടാവുക എന്നത് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. ഈ ലോകത്ത് ആരും നമ്മളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മളിൽ പലരും തളരാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായിക്കോട്ടെ, ഒരുപാട് തകർച്ചകളുണ്ടായിക്കോട്ടെ, ഒരുപാട് പരാജയങ്ങളുണ്ടായിക്കോട്ടെ, പക്ഷേ സ്നേഹമെന്നത് ഒരു സത്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരവരെ തന്നെ സ്നേഹിക്കാനായിട്ട് സാധിക്കണം. ലോകം വളരുന്നത് സ്നേഹം നിലനിൽക്കുന്നത് കൊണ്ടാണ്. സ്നേഹമില്ലാത്തിടത്ത് പരാജയങ്ങളുണ്ടാവാം, വഴക്കുകളുണ്ടാവാം, കലഹങ്ങളുണ്ടാകാം, ഭിന്നതകളുണ്ടാകാം, പല പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം. സ്നേഹിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പഠിക്കണം. ഒരുപക്ഷെ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മളിൽ നിന്ന് സ്നേഹം കിട്ടുന്നുണ്ടാവില്ലായിരിക്കാം. നമ്മൾ സ്നേഹിക്കുന്നവർ തിരിച്ച് നമ്മളെയും സ്നേഹിക്കണമെന്ന് നമ്മൾക്ക് നിർബന്ധം പിടിക്കാനായിട്ട് പലപ്പോഴും സാധിക്കണമെന്നില്ല. സ്നേഹം എന്നത്
നമ്മൾക്ക് ജീവിതകാലം മുഴുവൻ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ ലോകം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. ലോകത്തുള്ള എത്രയോ മനുഷ്യർ അവരുടെ വിലപ്പെട്ട സമയം നമ്മൾക്കായിട്ട് മാറ്റിവെക്കുന്നുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. നമ്മളെ കൂടാതെ മറ്റൊരാൾക്കും നമ്മളെപ്പോലെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കാനായിട്ട് കഴിയണമെന്നില്ല. നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക ആരെയായിരിക്കും? നമ്മൾക്ക് ജന്മം തന്ന വ്യക്തികൾ. അതിന് ശേഷം മാത്രമല്ലേ പലരെയും നമ്മൾ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മുടെ സ്നേഹത്തിന് മാറ്റങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. പിന്നെ നമ്മൾ സ്നേഹിക്കുക നമ്മുടെ ജീവിത പങ്കാളികളെയാണ്. അത് കഴിഞ്ഞാൽ സ്നേഹിക്കുക നമ്മുടെ മക്കളെയാണ്. അത് കഴിഞ്ഞാൽ മക്കളുടെ മക്കൾ, അങ്ങനെ തലമുറകളായിട്ട് മാറി മാറി വരുമ്പോൾ നമുക്ക് സ്നേഹിക്കാനുള്ള ആളുകളുടെ എണ്ണം കൂടുകയും നമ്മൾ സ്നേഹം നമ്മൾ പകർന്നു നൽകുകയും ചെയ്യുക പതിവാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ കഴിവനുസരിച്ച് സഹായിക്കണമെങ്കിൽ നമ്മൾക്ക് അവരോട് എന്തെങ്കിലും സ്നേഹം ഉള്ളിൽ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിൽ സന്തോഷം നിലനിൽക്കണമെങ്കിൽ ആരോടെങ്കിലും സ്നേഹിക്കാനായിട്ട് സാധിക്കേണ്ടതുണ്ട്. സ്നേഹമെന്നത് എന്നും നിലനിൽക്കേണ്ട ഒന്നാണ്. നമ്മൾ എത്രയോ കാലം ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന് നമ്മൾക്കുറപ്പില്ല. പക്ഷേ നമ്മൾ ജീവിക്കുന്ന കാലത്ത് മറ്റുള്ളവരൊന്ന് സ്നേഹിച്ച് നോക്കുക. മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം കിട്ടുമെങ്കിൽ വാങ്ങിക്കുക. ഒരുപക്ഷേ നമ്മുടെ ജീവിതം ധന്യമാക്കുന്നത് ഒരുപാട് ആളുകളാൽ സ്നേഹിക്കപ്പെടുക എന്നതുകൊണ്ടാണ്. നമ്മളുടെ പ്രവൃത്തികൾ മോശമാണെങ്കിൽ നമ്മുടെ ചുറ്റിലുമുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തിയേക്കാം. അവരുടെ സ്നേഹത്തിന് നമുക്ക് യോഗ്യത നേടാനായിട്ട് സാധിക്കാതെയും വരാം. നമ്മൾ നല്ലവരാണെങ്കിലോ നമ്മളെ സ്നേഹിക്കാൻ നമ്മുടെ ചുറ്റിലും ഒത്തിരി ആളുകൾ ഉണ്ടായേക്കാം. നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചല്ലല്ലോ പലരും നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ മനസ്സ് എത്രത്തോളം നല്ലതാണോ അതനുസരിച്ചാണ് മറ്റുള്ളവർക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയുക. ഉള്ളിൻ്റെ ഉള്ളിലും മറ്റുള്ളവരോട് ശത്രുത തോന്നാതിരിക്കട്ടെ, മറ്റുള്ളവരോട് വെറുപ്പ് തോന്നാതിരിക്കട്ടെ, മറ്റുള്ളവരോട് വിദ്വേഷം തോന്നാതിരിക്കട്ടെ. നമ്മുടെ പ്രവൃത്തികൾ നമ്മൾക്ക് തന്നെ ഗുണമായിരിക്കേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റിലുമുള്ളവർക്ക് പരോപകാരം ചെയ്യാനായിട്ട് നമ്മുടെ പ്രവൃത്തികൾ എന്നും വിലമതിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ പരിശ്രമം നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ ജീവിതം കുറെ കൂടി ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറ്റാൻ സഹായിക്കേണ്ടതായിട്ടുണ്ട്. സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുമില്ല എന്ന് വിഷമിക്കുന്ന ഒത്തിരി മനുഷ്യർ ഈ ലോകത്തുണ്ട്. അവർക്കൊക്കെ സ്നേഹിക്കാനായിട്ട്, സ്നേഹം പങ്കിടാനായിട്ട് ഒരു വ്യക്തി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏകനായി ജീവിക്കുക എന്നത് പലർക്കും എളുപ്പമുള്ള കാര്യമല്ല. ഒറ്റപ്പെടുന്ന അനുഭവം നേരിടേണ്ടി വരുന്നത് അത്ര നല്ലതുമല്ല. പല സാഹചര്യങ്ങളിലും ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടേക്കാം. ഒറ്റപ്പെടുന്ന അനുഭവത്തിലൂടെ കടന്നു വന്നവർക്ക് ജീവിതം കുറെ കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ സാഹചര്യങ്ങളെ ധീരതയോടെ നേരിട്ടുകൊണ്ടാണ് അവർക്ക് പലപ്പോഴും മറ്റുള്ള അതേ സാഹചര്യങ്ങളെ നിമിഷ നേരം കൊണ്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ എത്രയോ സമ്പന്നതയിൽ ജീവിക്കുന്നു എങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോടും സ്നേഹം ഇല്ലെങ്കിൽ നമ്മൾക്ക് സന്തോഷവും സമാധാനവും ഒരു പക്ഷേ ലഭിക്കണമെന്നില്ല. നമ്മുടെ ചുറ്റുപാടുമുള്ള ഒത്തിരി ആളുകൾ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നവരാണ്. അവർക്കും അവരുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ സ്നേഹം നിലനിൽക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്താണെങ്കിൽ പോലും ഉള്ളത് കൊണ്ട് കഴിയാൻ അവർക്ക് സാധിക്കുന്നത് സ്നേഹിക്കാനുള്ള മനസ്സ് അവരിൽ അവശേഷിക്കുന്നത് കൊണ്ടാണ്. ലോകം എത്ര നമ്മൾ വാങ്ങിക്കൂട്ടിയാലും എത്ര പിടിച്ചടക്കിയാലും നമ്മുടെ ജീവിതത്തിന് ഒരു നാൾ അവസാനം എന്നത് നമ്മൾ മറക്കരുത്. നമ്മൾ എത്രയൊക്കെ സമ്പാദിച്ചാലും ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ കൈവീശി മാത്രമേ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ.
വീശി എന്ന് ഉദ്ദേശിച്ചത് കയ്യിൽ ഒന്നുമില്ല എന്നതാണ് ഞാൻ ആഗ്രഹിച്ചത്. അതായത് നമ്മുടെ കൈവീശുകൾ, അതായത് കൈയുടെ ഉള്ളിൽ ഒന്നുമില്ല എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ കൈകളിൽ ഒന്നും കൊണ്ട് ഏൽപ്പിച്ചിട്ടും കാര്യമില്ല. നമ്മൾക്ക് ഈ ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. നമ്മുടെ ജീവിതം ധന്യമാകുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുമ്പോൾ മാത്രമാണ്. സ്നേഹം അതൊരു സത്യമാണ്. ഇന്ന് നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നില്ല എങ്കിൽ പോലും നമ്മുടെ സ്നേഹം ആത്മാർത്ഥമായിരിക്കണം. നമ്മുടെ സ്നേഹം സത്യമാണെന്ന് ലോകം ഒരു നാൾ തിരിച്ചറിയും. കാരണം സ്നേഹത്തിന് എങ്ങും ഒളിക്കാൻ കഴിയില്ല. അത് പുറത്ത് വരിക തന്നെ ചെയ്യും. സ്നേഹത്തെ ആർക്കും മറച്ചു വയ്ക്കാൻ കഴിയില്ല. അത് ഒരു നാൾ പുറത്ത് വരിക തന്നെ ചെയ്യും. സ്നേഹം സത്യമാവണം. നമ്മുടെ സ്നേഹം കൊണ്ട് ആർക്കും വേദനകൾ ഉണ്ടാവരുത്, ആർക്കും കഷ്ടതകൾ ഉണ്ടാവരുത്, ആരും സങ്കടപ്പെടരുത്. നമ്മുടെ സ്നേഹങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രം ഉണ്ടാവാൻ ലക്ഷ്യമുള്ളതായിരിക്കണം. സ്നേഹമെന്നത് നമ്മൾ ചെറുപ്പം മുതലേ മനസ്സിലാക്കേണ്ട ഒന്നാണ്. ചെറുപ്പത്തിൽ നമുക്ക് സ്നേഹത്തിൻ്റെ വില പലപ്പോഴും മനസ്സിലാവണമെന്നില്ല. പ്രായമാകും തോറും സ്നേഹത്തിൻ്റെ വില എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയും. നമ്മളെ സ്നേഹിച്ചവർ ആരൊക്കെയാണ് എന്നത് നമ്മൾ കാലക്രമേണ പഠിക്കും. നമ്മളെക്കാലം അത് പഠിപ്പിക്കും. സ്നേഹിക്കാനായിട്ട് എന്നും തയ്യാറാവുക. നമ്മുടെ സ്നേഹത്തിന് അർഹതയുള്ളവർക്ക് നമ്മുടെ സ്നേഹം പകർന്നു കൊടുക്കാൻ കഴിയട്ടെ. ലോകത്തുള്ള ഓരോ മനുഷ്യരും സ്നേഹം ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ ജീവിതത്തിലെ സന്തോഷത്തിന് കാരണമാകുന്നത് സ്നേഹമാണ്. നമ്മൾ ഈ ലോകത്തുള്ള എല്ലാവരെയും സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ്. നമുക്ക് പരിചിതമില്ലാത്ത എത്രയോ ആളുകളായിരിക്കും ഒരു പക്ഷേ നമ്മുടെ അപകട സമയത്ത്, നമ്മളുടെ വീഴ്ച സമയത്ത് നമ്മളെ രക്ഷിക്കാനായിട്ട് കടന്നു വരിക. അവരുടെ ഉള്ളിൽ സ്നേഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളെ രക്ഷിക്കാനായിട്ട് അവരുടെ ജീവൻ പണയം വെച്ച് വരെ അവർ തയ്യാറാകുന്നത്. അതിന് അവരെ പ്രേരിപ്പിച്ചത് അവരുടെ ജീവിതത്തിൽ ലഭിച്ച സ്നേഹങ്ങളാണ്. ഒത്തിരി ആളുകൾ അവരെ സ്നേഹിച്ചതുകൊണ്ട്, ആ സ്നേഹം അവർക്ക് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതുകൊണ്ട്, ഒരു ജീവൻ്റെ വില അവർ തിരിച്ചറിയുന്നത് കൊണ്ട് അവർക്കും സ്നേഹിക്കാനായിട്ട് സാധിക്കും. ആ സ്നേഹത്തിന് ഒരർത്ഥം കണ്ടെത്താൻ കഴിയും. നമ്മൾ ഏത് അവസ്ഥയിലായിക്കോട്ടെ, സ്നേഹമെന്നത് നമ്മുടെ ജീവിതത്തിൽ എന്നും കൈമുതലായിട്ടുണ്ടാവേണ്ട കാര്യമാണ്. നമ്മുടെ കൈകൾ എന്നും സ്നേഹത്താൽ ബലപ്പെടുത്തേണ്ടതുണ്ട്. സ്നേഹമെന്നത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ ഇടവരരുത്. പലരും നമ്മളെ കളിയാക്കിയേക്കാം, വിമർശിച്ചേക്കാം, കുറ്റപ്പെടുത്തിയേക്കാം. അതൊക്കെ നമ്മൾ അംഗീകരിക്കണം. നമ്മൾ അത് ശരിയായ രീതിയിൽ എടുക്കണം. അല്ലാതെ അവരെ വേദനിപ്പിക്കാനോ അവരെ ദ്രോഹിക്കാനോ അവരോട് പക വീട്ടാനോ നമ്മൾ ശ്രമിക്കരുത്. നമ്മുടെ സ്നേഹത്തിന് ഒരു ശക്തിയുണ്ട്. സ്നേഹത്തിന് നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മൾ ഒരു അസുഖം വരുമ്പോൾ അതിന് വേണ്ട ചികിത്സ ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ, സമാധാനങ്ങൾ കടന്നു വരണമെങ്കിൽ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടാകണം. നമ്മൾ നമ്മളെ ഒന്ന് സ്നേഹിച്ച് നോക്കിക്കേ, നമ്മുടെ ശരീരം ഉണർവോടെ ഉന്മേഷത്തോടെ പ്രവർത്തിക്കുന്നത് കാണാനായിട്ട് കഴിയും. നമ്മുടെ മനസ്സിലുള്ള അഴുക്കുകൾ, നമ്മുടെ മനസ്സിലുള്ള ജീർണതകൾ എല്ലാം ഒഴിവാക്കണമെങ്കിൽ നമ്മൾ സ്നേഹത്താൽ നിറയണം. സ്നേഹം എന്നത് വാക്കുകൊണ്ട് മാത്രമാവരുത്, പ്രവൃത്തിയിലൂടെയും വേണം. ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ സമ്പത്ത് കണ്ടിട്ടാവണം അല്ല, നമ്മുടെ സൗന്ദര്യം കണ്ടിട്ടല്ല, നമ്മുടെ മനസ്സറിഞ്ഞിട്ടാണ്. അങ്ങനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവരെ പരസ്പരം ആർക്കും പിരിക്കാനായിട്ട് സാധിക്കില്ല.
ഒരാൾക്ക് ഒരസുഖം വരുന്നത് മുൻകൂട്ടി പറയാനായിട്ട് കഴിയില്ല. നമ്മളുടെ കഷ്ടതകളിൽ നമ്മളെ വിട്ടു പിരിയുന്ന ആളുകൾ ഒരു പക്ഷേ നമ്മളെ ലക്ഷ്യം കാണുന്നവരെ നമ്മുടെ കൂടെ കാണാത്തതിന് പ്രധാന കാരണം അവർ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിച്ചില്ല എന്നതായിരിക്കാം. സ്നേഹത്തെ നമ്മൾ പഠിക്കണം. സ്നേഹമെന്നത് ചെറിയ കാര്യമല്ല. നമ്മൾ മറ്റുള്ളവർക്ക് സ്നേഹമെന്തെന്ന് കാണിച്ചു കൊടുക്കണം. ഈ ലോകത്തിൽ സ്നേഹം കൊണ്ട് നേടാൻ കഴിയുന്നതിന് ഒരു പരിധിയും ഇല്ല. അത് അനന്തമാണ്. പരമാവധി നമ്മൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുമോ അത്രയും സ്നേഹിക്കുക. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കാനായിട്ട് ഇടയാകരുത്. മറ്റുള്ളവരെ ശല്യപ്പെടുത്താൻ ഇടയാവരുത്. മറ്റുള്ളവരെ വെറുപ്പിക്കാൻ ഇടയാവരുത്. മറ്റുള്ളവരെ കഷ്ടപ്പെടുത്താൻ ഇടയാവരുത്. സ്നേഹിക്കാൻ ആർക്കും ആരുടെയും അനുവാദം ആവശ്യമില്ല. പക്ഷേ മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിൽ കടന്നു ചെല്ലാനായിട്ട് അനുവാദം പലപ്പോഴും ഉണ്ടാവണമെന്നില്ല. നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു, അത് പ്രപഞ്ചത്തിൽ ഒരു സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ നമ്മുടെ ഇഷ്ടം മറ്റുള്ളവർ സ്വീകരിക്കണം എന്ന് നമ്മൾക്ക് ആരോടും നിർബന്ധിക്കാൻ കഴിയില്ല. നമ്മൾ നമ്മുടെ സ്നേഹത്തെ ഉള്ളിൽ ഒതുക്കേണ്ടി വരും. പലപ്പോഴും നമ്മുടെ സ്നേഹം നമ്മളെ തന്നെ കൂടുതൽ ഉയർച്ചയിലേക്ക് എത്തിക്കട്ടെ. മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണമെന്ന് ഒരിക്കലും ശാഠ്യം പിടിക്കരുത്. കാരണം നമ്മളെപ്പോലെ മറ്റുള്ളവരല്ല. മറ്റുള്ളവർക്ക് അവരുടേതായ ചിന്തകളുണ്ട്, അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്, അവരുടേതായ തീരുമാനങ്ങളുണ്ട്. നമ്മുടെ കഴിവ്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ചുറ്റുപാടുകൾ, ഇതൊക്കെ ഒരു പക്ഷേ അവർക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ടാകാം. ഒരാളെ ഓടിച്ചെന്നിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ മറ്റു വ്യക്തിക്ക് സാധിക്കണമെന്നില്ല. മറ്റുള്ളവരുടെ സാഹചര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതേ സാഹചര്യം നമ്മൾക്കാണെങ്കിൽ നമ്മൾ എന്ത് തീരുമാനമായിരിക്കും എടുക്കുക? ഒരു പക്ഷേ യെസ് എന്ന് പറയുക അല്ലെങ്കിൽ നോ എന്ന് പറയാനായിട്ട് പലപ്പോഴും സമയം എടുക്കുന്ന കാര്യമാണ്. ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ ഒറ്റ നിമിഷം കൊണ്ട് സാധിക്കില്ലല്ലോ. ഒരു വ്യക്തിയുടെ സാഹചര്യം എന്താണെന്ന് ഒറ്റ നിമിഷം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ലല്ലോ. അതിന് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്, കുറേ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. അയാളുടെ ജീവിത രീതിയെക്കുറിച്ച് മനസ്സിലാക്കണം. ആ വ്യക്തിയുടെ ചുറ്റുപാടുകളെക്കുറിച്ച് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ കൂടുതൽ നമുക്ക് ആ വ്യക്തിയുടെ കാഴ്ചപ്പാട് എന്താണ് എന്നെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. സ്നേഹമെന്നത് ഒരു വലിയ വിഷയമാണ്. ചുരുക്കി മാത്രമേ ഇവിടെ പറയാനായിട്ട് സമയം അനുവദിക്കുന്നുള്ളൂ. നമ്മൾ ദിവസേന സ്നേഹിക്കാൻ പഠിക്കണം. നമ്മളൊരു പുതിയ ഭാഷ പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഭാഷയെ സ്നേഹിക്കുക എന്നതാണ്. ഒരുപക്ഷെ ആ ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയെ നമ്മൾക്ക് ഇഷ്ടമല്ല എങ്കിൽ അത് നമ്മളുടെ ഭാഷാ പഠനത്തെ ഒരുപാട് സ്വാധീനിച്ചേക്കാം. അപ്പോൾ നമ്മളെ വെറുപ്പിച്ചവരായിക്കോട്ടെ, നമ്മളെ കുറ്റപ്പെടുത്തിയവരായിക്കോട്ടെ, കളിയാക്കിയവരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നത് ഭാഷ പഠിക്കുക എന്നതാണ്. നമ്മൾ പഠിക്കേണ്ടത് ആ ഭാഷയിൽ ഇറങ്ങിച്ചൊല്ലാനായിട്ട് ആ ഭാഷയെ കൂടുതൽ സ്നേഹിക്കാനാണ് പഠിക്കേണ്ടത്. മറ്റുള്ളവർ ആരുമായിക്കോട്ടെ, നമ്മുടെ ലക്ഷ്യമാണ് പ്രധാനം. നമ്മുടെ ഭാഷാ പഠനത്തിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുക ആ ഭാഷയെ സ്നേഹിക്കുക എന്നതാണ്. അതേ പ്രധാനം തന്നെയാണ് നമ്മളായിട്ട് തന്നെ സ്നേഹിക്കുക എന്നത്. നമ്മൾ തന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഈ ലോകത്തുള്ള മറ്റുള്ളവരുടെ സ്നേഹത്തിന് ഒരു വിലയും നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. പലപ്പോഴും മറ്റുള്ളവരുടെ സ്നേഹത്തിലേക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവരുടെ തിരസ്കരണങ്ങളിൽ നമ്മൾ കൂടുതൽ ഇല്ലാതെയായി തീരുന്നത്. നമ്മൾ കൂടെയുണ്ടെന്നുള്ള ഒരു തോന്നലുണ്ടാവണമെങ്കിൽ നമ്മളെ അതിയായി സ്നേഹിക്കണം. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മളെ തന്നെ സ്നേഹിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും സുഗമമായി നടക്കണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളുണ്ടാവാം. സ്നേഹത്തിൻ്റെ പേരിൽ
പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. സ്നേഹമെന്നത് ഇന്നും നിലനിൽക്കുന്ന കാര്യമാണ്. ഇന്നലകളിൽ ഉണ്ടായി ഇന്നുകളിൽ നഷ്ടപ്പെടാൻ പ്രധാന കാരണം ആശയവിനിമയത്തിലുള്ള പ്രശ്നങ്ങളാണ്. ആശയവിനിമയത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ കടന്നു വരുന്നത് കൊണ്ടാണ്. ഒരാൾക്ക് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അതേപടി മറ്റുള്ള ആൾ പറയാൻ പാടില്ല. ഒരു പക്ഷേ മറ്റേ വ്യക്തി അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ള വ്യക്തിയാവണമെന്നില്ല. ഉള്ള സംഭവം ആണെങ്കിലും ഇല്ലാത്ത സംഭവം ആണെങ്കിലും നമ്മൾ കേട്ട കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതിന് മുമ്പ് അത് സത്യമാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് മാത്രം പ്രതികരണം നടത്തുക. ഇല്ല എന്നുണ്ടെങ്കിൽ സംശയങ്ങൾ കൂടുതലാവുകയും മറ്റുള്ളവരും തമ്മിലുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് ഇനിയുള്ള ഓരോ നിമിഷവും സ്നേഹത്തിന് വില നൽകിക്കൊണ്ട് മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കാനായിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി എന്നും നല്ലത് ചെയ്യാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നും സാധിക്കട്ടെ. നമ്മുടെ പരിശ്രമങ്ങൾ എന്നും സ്നേഹത്തിന് വേണ്ടി നിലനിൽക്കുന്നത് ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.